സോക്കർ കാർണിവലിന് ആവേശ കൊടിയിറക്കം. യുദ്ധത്തിന് 50 നാൾ, നഷ്ടം 4.5 ലക്ഷം കോടിയുടെ എണ്ണ. ലബനാനെ ഗസയാക്കി മഞ്ഞവര സ്ഥാപിച്ച് ഇസ്രായേൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാൻ സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ സോക്കർ കാർണിവലിന്റെ 3ാം സീസണിന് ആവേശോജ്വല സമാപനം. മാധ്യമവും മീഫ്രണ്ടും ചേർന്ന് ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ വെള്ളിയാഴ്ച രാത്രി നടന്ന ഫൈനലിൽ ഹോട്ട് പാക്ക് നേതാജി FC കിരീടം ചൂടി. സോക്കർ കാർണിവലിന്റെ 3ാം സീസണിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അത്യന്തം വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ബെസ്റ്റ് മെഡിക്കൽ കെയർ മസ്കത്ത് ഹാർമേഴ്സ് FCയെ ടോസിലൂടെ പരാജയപ്പെടുത്തിയാണ് ഹോട്ട് പാക്ക് നേതാജി FCയുടെ കിരീടധാരണം. നിശ്ചിത സമയത്തും പെനാൽറ്റി ഷൂട്ടൌട്ടിലും ഇരു ടീമുകളും സമനില പാലിച്ചതോടെയാണ് വിജയികളെ ടോസിലൂടെ നിർണയിച്ചത്. HFC സെക്കൻഡ് റണ്ണറപ്പായി. ഇറാനിൽ US ഇസ്രായേൽ ആക്രമണം 50 നാൾ പിന്നിടുമ്പോൾ നഷ്ടക്കണക്കുകളിൽ മുങ്ങി പശ്ചിമേഷ്യയും ലോകവും. ഇത്രയും സമയത്തിനിടെ ആഗോള വിപണിയിലെത്തേണ്ട 50 കോടി ബാരൽ അസംസ്കൃത എണ്ണയാണ് ഉൽപാദനം നിലച്ച് നഷ്ടമായത്. ഇതിന്റെ മൂല്യം $5000 കോടി ആണ്. എന്നുവെച്ചാൽ 10 ആഴ്ച ആഗോള വ്യോമ ഗതാഗതത്തിനുള്ള ഇന്ധനമാണ് ഇല്ലാതായത്. ലോകത്തുടനീളം 11 ദിവസം നിരത്തുകളിൽ നീങ്ങുന്ന മൊത്തം വാഹനങ്ങൾക്കുള്ള ഇന്ധനവും ഇല്ലാതെയായി. ഗൾഫ് അറബ് രാജ്യങ്ങൾ പ്രതിദിനം 80 ലക്ഷം ബാരൽ എണ്ണയാണ് കയറ്റി അയച്ചിരുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്ന് വിമാന ഇന്ധന കയറ്റുമതി ഫെബ്രുവരിയിൽ 1.96 കോടി ബാരലായിരുന്നു. മാർച്ചിൽ അത് 41 ലക്ഷമായി ചുരുങ്ങി. കയറ്റുമതി കണക്കുകളിലെ നഷ്ടം മാത്രം ഇത്ര ഭീകരമാണെങ്കിൽ മിസൈലും ഡ്രോണുകളും പതിച്ച് കേടുപാടുകൾ പറ്റിയതും പ്രവർത്തനം നിലച്ചതുമായ എണ്ണപ്പാടങ്ങൾ പഴയതുപോലെ പ്രവർത്തനക്ഷമമാകാൻ 4-5 മാസമെങ്കിലും എടുക്കും. ഖത്തർ ലാസ് ലഫാൻ LPG സമുച്ചയത്തിലെ കേടുപാടുകൾ പരിഹരിക്കാൻ വർഷങ്ങളും വേണ്ടിവരും. പശ്ചിമേഷ്യയിൽ എണ്ണ കയറ്റുമതി പഴയ നിലയിലെത്താൻ 2 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയും വ്യക്തമാക്കുന്നു. ഗസയുടെ പകുതിയിലേറെ ഭാഗവും സൈനിക നിയന്ത്രണത്തിലാക്കി മുമ്പ് സ്ഥാപിച്ചതിന് സമാനമായി തെക്കൻ ലെബനാനിലും മഞ്ഞവര പ്രഖ്യാപിച്ച് ഇസ്രായേൽ. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് തെക്കൻ ലെബനാനിലെ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി സൈനിക നിയന്ത്രണത്തിലാക്കുന്നുവെന്നും ഇവ മഞ്ഞവരയ്ക്കു കീഴിലാകുമെന്നും പ്രഖ്യാപനം. ഈ പ്രദേശങ്ങളിൽ ആരെയും വെടിവെച്ചിടാനും സൈനിക നീക്കം നടത്താനും അധികാരം നൽകുന്നതാകും പുതിയ നീക്കം. വെടിനിർത്തൽ നിലവിൽ വന്ന ഗസ നിലവിൽ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട നിലയിലാണ്. ഇസ്രായേൽ സൈന്യം മഞ്ഞവരക്കുള്ളിലാക്കി പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയ 58% ഭാഗമാണ് ഒന്ന്. 20 ലക്ഷത്തിലേറെ ഫലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന ഹമാസ് നിയന്ത്രണത്തിലുള്ളതാണ് അവശേഷിച്ച ഭൂമി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.